പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. കേരളത്തിൽ മത്സരിക്കാൻ മോദി തയ്യാറാണോ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. ത്രിപുരയല്ല കേരളമെന്നും ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത് മധ്യപ്രദേശ് ആണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ശബരിമലയാണ് പ്രധാന വിഷയമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഡായി പറഞ്ഞു നടക്കാതെ പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റിൽ മത്സരിക്കട്ടെ എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വെല്ലുവിളി. കേരളം CPMന്റെയും കോൺഗ്രസിന്റെയും കുത്തകയാണെന്നുള്ള ഒരു പൊതുധാരണ നിലവിലുണ്ട്. എന്നാൽ ഒരു സ്ഥലത്തും രാഷ്ട്രീയം സ്ഥിരമായി നിൽക്കില്ല എന്നത് നേതാക്കൾ ഓർക്കണം. കോൺഗ്രസിനും CPMനും മാത്രമേ കേരളത്തിൽ ചുവടുറപ്പിക്കാനാകൂ എന്ന അമിത ആത്മവിശ്വാസം നേതാക്കന്മാരുടെ വാക്കുകളിൽ കാണാം. പക്ഷേ മാറി മാറി വരുന്ന CPM കോൺഗ്രസ് ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് മടുക്കുന്ന ഒരു കാലം വരില്ലേ? ഏതായാലും യുവതീ പ്രവേശന വിഷയത്തിൽ അടയും ചക്കരയുമായിരുന്ന കോൺഗ്രസും BJPയും ഇപ്പോൾ ശബരിമല വിഷയം ആറിത്തണുത്തതോടെ പഴയ ശത്രുത കളി പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെയും CPMന്റെയും മുഖ്യ ശത്രു BJP ആണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ മോദിക്ക് പകരം വെക്കാൻ മറ്റൊരു ദേശീയ നേതാവില്ല എന്നതാണ് സത്യം. മാത്രമല്ല ലോക നേതാക്കളിൽ കരുത്തുറ്റ നേതാവെന്ന വിശേഷണവും മോദിക്കുണ്ട്. അങ്ങനെയുള്ള നേതാവിനെതിരെയാണ് ഈ വെല്ലുവിളി. ചുരുക്കത്തിൽ അമിതമായ ആത്മവിശ്വാസം രാഷ്ട്രീയത്തിൽ നേതാക്കൾക്ക് നന്നല്ല എന്ന് തന്നെ പറയാം.